മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയതോടെ വണ്ടിപ്പെരിയാർ കടശിക്കോട് ആറ്റോരം മേഖലയിൽ വെള്ളം കയറി 12 വീടുകളിലാണ് വെള്ളം കയറിയത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ല എന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തുണ്ട്. കടശിക്കാടിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയതോടെ ഈ ജനവാസ മേഖലയിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ ഈ ഒരു ആറ്റ് തീരം കടന്നു പോകുന്നത്, പെരിയാറിന്റെ തീരപ്രദേശം കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ഉള്ളത് കറുപ്പുപാലത്തിന് സമീപം കടശിക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇന്ന് പുലർച്ചോടുകൂടിയാണ് ഇവിടേക്ക് വെള്ളം ഇരച്ചു കയറി തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഈ വീടിന്റെ പിൻഭാഗങ്ങളും ചില വീടുകളുടെ മുൻഭാഗത്തും ഉള്ളിലും എല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രി വെള്ളം കയറിയപ്പോൾ തന്നെ ആളുകൾ ഇവിടെ നിന്ന് വീടിനുള്ളിൽ നിന്നുള്ള സാധനങ്ങൾ എല്ലാം മാറ്റുകയും ഈ വീടുകൾക്ക് മുകളിലായി ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴിയിലേക്ക് ചെറിയ പ്ലാസ്റ്റിക് പടുതകൾ കെട്ടി വീട്ടുപകരണങ്ങളെല്ലാം തന്നെ അവിടേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ നിലവിൽ ഈ റോഡിലൊക്കെയാണ് നിലവിലിരിക്കുന്നത്. വെള്ളം ഇന്ന് കൂടുതൽ തുറന്നുവിടാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ഇനിയും കൂടുതൽ വെള്ളം ഇവിടേക്ക് കയറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആളുകൾക്കെല്ലാം ഒരു ആശങ്കയുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇന്നലെ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഇടപെടലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതുവരെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ആരും ഒരു ഭാഗത്തേക്ക് വരികയോ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ടതായി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അവർ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓരോ മഴക്കാലത്തും അല്ലെങ്കിൽ ഡാം തുറക്കുമ്പോഴെല്ലാം ദുരിതം പേറി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്. നിലവില് ഈ പ്രദേശത്തുള്ള തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് ഇനിയിപ്പം പ്രദേശത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അടുത്ത നടപടികൾ എന്താണ്? അടുത്ത നടപടി ഇറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ച് വീട്ടിൽ കയറുക എന്നുള്ളതേ ഉള്ളൂ. ഇതിവിടെ സ്ഥിരമുള്ള ഒരു 2018 തൊട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. അത് ആരോടും നമുക്ക് പരാതിയൊന്നുമില്ല. കാര്യം വെച്ചാൽ ഡാമിൽ വെള്ളം നിറയുമ്പോൾ തുറന്നു വിട്ടേ പറ്റൂ. പക്ഷെ ഇങ്ങനെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ പുനരധിവസിപ്പിക്കാനായിട്ട് ഒരു തീരുമാനം ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാര്യം വെച്ചാൽ ഒരുപാട് മുതലുകൾ നഷ്ടപ്പെടുന്നുണ്ട് എല്ലാ വർഷവും. ഇപ്പൊ തന്നെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം വന്ന് അവരുടെ സർവ്വ മുതലും അതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് വീട് അവിടുന്ന് വരുമ്പോൾ ആ വീട്ടിലെ സർവ്വ മുതലും അതിനകത്ത് തന്നെ വെള്ളത്തിനകത്ത് നശിച്ചു കിടക്കുക. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു വഴിവിളക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടിടും. അവര് 3 പോസ്റ്റ് അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പേ അത് പോകും. ഇവിടുത്തെ സ്ഥിതി അതാ. ഇവിടുത്തെ മെമ്പർമാരായിക്കട്ടെ പൊതുവെ ഈ വാർഡിലെ മെമ്പർമാർ ഇവിടെ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കാറേ ഇല്ല. നിർബന്ധ ജനങ്ങളുടെ ശല്യം രൂക്ഷമായി കഴിയുമ്പോഴത്തേക്കും കൊണ്ടുവന്ന ഒരു 3 പോസ്റ്റ് ഗ്യാപ്പ് ഇട്ട് ഓരോ ബൾബിടും. അത് അവര് ഈ ഏരിയ മടങ്ങുന്നതിന് മുമ്പേ അത് പോകും. അതാണ് ഇവിടുത്തെ സ്ഥിതി. ജനങ്ങൾ പൊറുതി മുട്ടി. പിന്നെ ഇവർക്ക് അതൊരു ശീലമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്നത് എന്നും കിടക്കും. അതിനോട് ശീലപ്പെടും, അല്ലെ, ശീലിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ വെള്ളം വരുന്നത്. രാത്രി ഉറക്കമില്ല. നടപടി സ്വീകരിച്ചോ എന്ന് എനിക്കറിയാം. ഞാൻ ഇല്ലായിരുന്നു. ഞാനിപ്പം വന്നതേ ഉള്ളൂ. ഞാനൊരു യാത്രയിലായിരുന്നു. ഞാൻ രാവിലെ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിലവിൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ആരും വേറെ മാറി താമസിക്കാൻ പോയിട്ടില്ല. അത്തരത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള ആളുകളെ ഒന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടികളൊന്നും തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത്.